സുഹൃദയരെ, കലാസ്നേഹികളെ, വിഗൻ ക്നാനായ കാത്തലിക് അസോസിയേഷൻ്റെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി പാമ്പായ പാപ്പയ്ക്ക് ശേഷം വിഗൻ അടിപൊളി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു നോട്ട് ദ പോയിന്റ്. ഈ നാടകത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളും ഏതെങ്കിലും വ്യക്തിയുമായോ സംഭവങ്ങളുമായോ സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. രംഗത്ത് ജോസി കുര്യൻ, ആൻസി ജോയ്, ആനി ഷാജു, CB കണ്ടത്തിൽ, ചാക്കോ കണ്ണങ്കര. സാങ്കേതിക സഹായം മേഴ്സി ജസ്റ്റിൻ. ശബ്ദ മിശ്രണം റെക്സ് ജോസ്. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഓഡിറ്റോറിയത്തിലെ എല്ലാ ലൈറ്റുകളും അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നാടകരചനയും സംവിധാനവും ജസ്റ്റിൻ ആകശാല. ഈ നാടകം സംഭാഷണ പ്രാധാന്യമുള്ളതാകിയാൽ കാണികൾ നിശബ്ദരായിരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. എടി റോസിയെ, സമയം ഇപ്പം എത്രയായി? 4 മണി. ഈ സമയത്ത് ആരാടി ഇത്ര ഉച്ചത്തിൽ കിടന്നത്? അത് നമ്മുടെ ടോമിച്ചനും ജാൻസിയുമല്ലേ. അവർ ഇപ്പോൾ നല്ല പ്രാർത്ഥനയില്ല. ഈ സമയത്ത് ദൈവത്തെയും മനുഷ്യരെയും ഉറങ്ങാൻ സമ്മതിക്കില്ലേടി? പിന്നെ ഇച്ചായൻ്റെ കൂട്ടല്ലേ. ഇവിടെ ഒരാൾക്ക് ഇതെല്ലാം അലർജിയല്ലേ. മനുഷ്യരെ കണ്ടു പഠിക്കുക. ഇത് എന്നു മുതലാണ് ഈ അസുഖം തുടങ്ങിയത്? പിന്നെ അസുഖം ദൈവത്തെ സ്തുതിക്കുന്ന അസുഖമല്ലേ. ഏതായാലും പൗണ്ടിന്റെ വിലയിടിയും ജോലി പ്രശ്നവും ഒക്കെ കാരണമാണ് ഇത്രയും സ്തുതി വന്നത്. പൗണ്ടിന്റെ വില കയറിയാൽ എന്താകുമോ ആവോ. തകർച്ച വരുമ്പോഴേ മനുഷ്യൻ ദൈവത്തെ തേടുന്നത്. നോക്കിക്കോ, ഇവിടെയും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പന്നിയുടെ തലയ്ക്ക് അടി കിട്ടുമ്പോഴേ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. എടി നീ ഇങ്ങനെ മാറിക്കിടക്ക്. മകരമാസത്തിലെ നല്ല തണുപ്പ്. തണുപ്പല്ല, ഇത് അസുഖം വേറെയാ. പട്ടാളക്കാരൻ്റെയും ഗൾഫുകാരൻ്റെയും ഈ അസുഖം മാറ്റാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ ഫ്രീസറിൽ നിന്നും മീൻ പുറത്ത് വയ്ക്കട്ടെ. ഇച്ചായൻ ദേ ഈ കൊന്ത പിടിക്കുക. എന്നിട്ട് 53 മണി ജപം ചൊല്ല്. എല്ലാ തണുപ്പും മാറും. പിന്നെ ദേ ഇച്ചായൻ്റെ ഈ ആവേശവും കുറയും. ഇതാണ് ആനിച്ചൂട്ടിൽ റിട്ടയർഡ് ക്യാപ്റ്റൻ കുഞ്ഞാഗസ്തി എന്ന അഗസ്റ്റിൻ ജോസഫിന്റെ ഭവനം. ഉത്സാഹിയും കഠിനാധ്വാനിയുമായ ക്യാപ്റ്റന് ആരെയും കൂസാത്ത സ്വഭാവം. ഭാര്യ റോസിയും റോസിയുടെ അമ്മയും ഒപ്പം താമസം. റോസിയുടെ സഹോദരൻ ടോമി ഇംഗ്ലണ്ടിലായതുകൊണ്ടാണ് റോസിയുടെ അമ്മ ക്യാപ്റ്റനോടൊത്ത് കഴിയുന്നത്. ക്യാപ്റ്റൻ സാറേ, ക്യാപ്റ്റൻ സാറേ, ഇവിടെ ആരുമില്ലേ? ചേച്ചി, ചേച്ചിയേ, ആരാ? നിങ്ങളാരാ? എടാ, ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്നോട് ആരാണോ? നിങ്ങൾ ആരാന്നാ ഞാൻ ചോദിച്ചത്. നിങ്ങളെ മനസ്സിലായില്ലല്ലോ. നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? ക്യാപ്റ്റൻ സാറിന്റെ വീട്ടിൽ വന്നിട്ട് ആരെയാ കാണേണ്ടത് എന്ന്. സാറ് തൊഴുത്തിലാ. സാർ ഇപ്പോൾ തൊഴുത്തിലാണോ താമസം? കഷ്ടം. ക്യാപ്റ്റന്റെ ഈ ഗതിയാണെങ്കിൽ പിന്നെ എന്റെ കാര്യം പറയണോ?
പശുവിനെ അഴിക്കാൻ പോയതാ. ചേട്ടാ സ്വല്പം പതുക്കെ ഒന്ന് വിളിച്ചേ. അമ്മച്ചി ഇപ്പൊ അങ്ങ് ഉറങ്ങതേയുള്ളൂ. അതിന് ഞാൻ അമ്മച്ചിയെ വിളിച്ചില്ലല്ലോ. ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? വെള്ളം അടിച്ചോന്ന് അത് എന്നോട് കൊച്ചു പോയി മോട്ടറിന്റെ സ്വിച്ചിൽ നോക്ക് എന്നോട് ചോദിക്കാതെ. അതെ, നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. എന്തൊരു ചോദ്യം! ഏഷ്യാനെറ്റിലെ വാർത്തക്കാരൻ്റെ കൂട്ട് ഈ കാലത്ത് വല്ലവരും കള്ളു കുടിക്കുമോ? മഞ്ഞപ്പിത്തം പിടിക്കും. അതെ, സാറിനോട് JCB കൃഷ്ണൻ വന്ന് എന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ മണ്ണ് വാന്തി എന്ന് പറഞ്ഞാലും മതി. രാവിലെ ഓരോന്നും കള്ളും കുടിച്ച് കയറി വരും. അവിടെ ഇരിക്ക്, സാറിനോട് ഞാൻ പറയാം. വലിയ പുള്ളിയ കൃഷ്ണനോടാ കളി. അമ്മച്ചിയെ നോക്കാൻ വന്ന വീട്ടു നേഴ്സ്, ഓ അല്ല ഹോം നേഴ്സ്, എന്നാ പറയാം. ഇവൾ ഈ കിടക്കിന് പുറത്തെങ്ങാനും പോയിരുന്നെങ്കിൽ ബാക്കിയുള്ളവനെ വഴിയെ നടത്തത്തില്ലല്ലോ. വെറുതെ അല്ലടി അപ്പികോരാൻ നിനക്ക് വിധിച്ചത്. അല്ല, വിദേശത്തുള്ളവനും അത് തന്നെയാ പണി. ഈ അപ്പിയിലായിരുന്നെങ്കിൽ ജീവിതം വഴിമുട്ടിയതിൻ്റെ പരമശിവനേ. വേണ്ട സാറേ, ചെയ്യല്ലേ. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? എന്താ രാവിലെ ഈ ഒച്ച വയ്ക്കുന്നത്? പിന്നെ സാറിന്റെ കയ്യിൽ കയറ് കണ്ടപ്പോൾ വയനാട്ടിലെ കൃഷിക്കാരന്റെ കാര്യം ഓർത്ത്. ഈടാ, അതിന്റെ അറ്റത്ത് എന്താണെന്ന് നീ കണ്ടില്ലേ? അയ്യോ, പശുവിന്റെ കയറായിരുന്നോ? കൃഷ്ണൻ കണ്ടില്ലായിരുന്നു. അതെങ്ങനെയാ? ഇന്നലെ എവിടെയായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഇന്നലെ നമ്മുടെ മത്തായി സാറിന്റെ മകന്റെ ചന്തം ചാർത്ത്. അതിന് നിന്നെ വിളിച്ചായിരുന്നോ? അതിപ്പോ സാറ് പഞ്ചായത്ത് പ്രസിഡന്റ്. എല്ലാവരെയും കണ്ട് വിളിക്കാൻ പറ്റുമോ? നമ്മൾ അറിഞ്ഞു ചെല്ലുക, കൂടുക, വിജയിപ്പിക്കുക. അതല്ലേ സാറിന്റെ സന്തോഷം. അവിടെ നില്ല പശുവേ, അവിടെ നിന്ന് കുടിക്കേ. പശുവിന്റെ മുമ്പിൽ കൊടുത്തിട്ട് പശുവിന് വേണ്ട, കൃഷ്ണൻ എവിടെ കിട്ടുമെന്ന ആശങ്ക. അതെ സാറേ, ഒരു 25 രൂപ തരാമോ? എന്താ കാര്യം? അത് പിന്നെ നേരത്തെ വാങ്ങി നിങ്ങൾ തന്നില്ലല്ലോ. മറന്നിട്ടില്ല. കാര്യങ്ങളെല്ലാം നടക്കണ്ട സാറേ. വീട്ടുകാരും എല്ലാം ചിലവല്ലേ. ഇതും കൂടി ഒരുമിച്ച് തന്നേക്കാം. അല്ല, നീ ഇവിടെ നിൽക്കേ, ഞാനേ ഈ പശുവിനൊന്ന് കെട്ടിയിട്ട് വരട്ടെ. പാവം, എന്നോട് എല്ലാവരും നിൽക്കുവാൻ പറയും. എന്ത് ചെയ്യാം, ഇല്ലാത്തവൻ്റെ ഗതി. താമസിക്കും തോറും സിവിൽ സപ്ലൈയുടെ മുമ്പിൽ കൂടുതൽ നിൽക്കണം. ഇത് വല്ലതും പണക്കാർക്കറിയണം. മിലിറ്ററി കോട്ട സാറിൻ്റെ അലമാരിയിൽ കാണും. ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ വിറയ്ക്കാതെ ക്യൂവിൽ നിൽക്കാമായിരുന്നു. ഗംഗയിലൂടെ വെള്ളം ഒഴുക്കിയതുപോലെ പാവപ്പെട്ടവർക്കായി ബ്രാൻഡിയോ റമ്മൊക്കെ ഒഴുക്കിയിരുന്നെങ്കിൽ അതിലൊന്ന് കുളിക്കാമായിരുന്നു. എൻ്റെ പരമശിവനെ. ചേച്ചി രാവിലെ പള്ളിയിൽ പോയതായിരിക്കും. നമ്മുടെ കാര്യം പറഞ്ഞോ? ഇതെന്താ രാവിലെ? എന്തായാലും വന്നത് നന്നായി. ഇന്ന് ആ വിറകൊന്ന് കീറി തരണം. അതിനല്ലേ രാവിലെ വന്നത്. കൊടൽ ഇപ്പോൾ ഞാൻ കൊണ്ടുവരാം. മൂർച്ചയുണ്ടോ? പണിക്കാൻ കഴിഞ്ഞ ദിവസം കാച്ചി കൊണ്ടുവന്നതേ ഉള്ളൂ. അതെ ചേച്ചി, സാറ് പറഞ്ഞ് സാറിൻ്റെ കയ്യിൽ ചില്ലറയില്ല. ചേച്ചിയോട് വാങ്ങിച്ചു കൊള്ളാൻ. എന്തോന്ന്? 50. അതെ, ഞാൻ ഒരെണ്ണം കഴിച്ചേച്ച് ഇപ്പം വന്നേക്കാം. കൈക്കൊരു വിറ. നേരാണോ? നേരാണോന്നോ? സാറിനെ വിളിച്ച് ചോദിച്ച് പശുവിനെ കെട്ടാൻ പോയതേ ഉള്ളു. ചേച്ചി എന്നെ മറക്കില്ല. എന്താ പറഞ്ഞത്? ചേച്ചിയെ ഞാൻ മറക്കില്ല എന്നാ പറയുമായിരുന്നു. കോടാലി എടുത്ത് വെച്ചോ, ഞാനിതാ വരുന്നു. ഏതായാലും മഴ പെയ്യുന്നതിന് മുമ്പ് ആ വിറകൊന്ന് കീറി വെക്കുമല്ലോ. ഗ്യാസിന് എന്നാ വില? തിരുനാളിന് മുമ്പ് ഗ്യാസ് മുഴുവൻ കത്തിക്കാൻ പറ്റുമോ? എൻ്റെ മാതാവേ, ഇനി അച്ഛൻ പറഞ്ഞ കാര്യം എൻ്റെ ഇച്ചായനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? പട്ടാളക്കാരനാണ്. ഗോലിയാത്തിനെ ഒറ്റ കല്ലുകൊണ്ട് വീഴ്ചതുപോലെ. ഞാൻ പറയുമ്പോൾ ഇച്ചായൻ സമ്മതിക്കണേ കർത്താവേ. നീ എന്താണ് രാവിലെ നിന്ന് പിറുപിറുക്കുന്നത്?
വെറുതെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത്രയും സമയം പള്ളിയിൽ പോയിരുന്നിട്ടും നിന്റെ പ്രാർത്ഥന തീർന്നില്ലേ? അല്ല, നീ ആ കൃഷ്ണനെ കണ്ടോ? എവിടെ പോയോ? അവനെ കണ്ടു. ഇച്ചായൻ പറഞ്ഞത് കൊടുത്തു. അവൻ പോയി. ഇപ്പോൾ തിരികെ വരും. നീ എന്തോന്നാടി ഈ പറയണത്? ആ, ഇച്ചായൻ പറഞ്ഞ 50 രൂപ കൊടുത്തു. ഞാൻ പറഞ്ഞ 50 കൊടുക്കാനോ? ചിലർ ധ്യാനം കൂടി വരുമ്പോൾ മറ്റേ അസുഖം പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നിനക്കും തുടങ്ങിയോ? അവൻ പറഞ്ഞല്ലോ എന്നോട് വാങ്ങിച്ചോളാൻ സാറ് പറഞ്ഞെന്ന്. ഒരു 100 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേൾക്കില്ല. അവൻ വിറക് കീറിത്തരാമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ കോടാലും കൂടി ഞങ്ങൾ കൊടുത്തു വിടാൻ മേലായിരുന്നു. എന്നോട് അവൻ 25 ചോദിച്ചുള്ളൂ, അവൾ 50 കൊടുത്തു. എന്തോ ഒരു കരുണ! കിണറ്റിൽ മുങ്ങിയ കുളത്തിൽ പൊങ്ങുന്നവനാ അവൻ. നേരായിട്ടും. ഹോ, എടി പൊട്ടിപ്പെണേ, ഇനി നോക്കി നിൽക്കേണ്ടെന്ന്. നീ പള്ളി പോയിട്ട് സമയം എത്രയായി? ഇന്നത്തെ ദിവസം പോയി. എന്താ പൊറുപൊറുക്കുന്നത്? അത് പിന്നെ അച്ഛൻ പറഞ്ഞു കുർബാന കഴിഞ്ഞ് കണ്ടിട്ടേ പോകാവൂ എന്ന്. കുർബാന കഴിഞ്ഞ ഓഫീസ് അങ്ങനെ താമസിച്ചു. എടി, അച്ഛൻ രാവിലെ 200 രൂപ കാശിന് പണിതു. എന്നിട്ടോ നീ രാവിലെ 50 കളഞ്ഞു. ഇനി ആ 50 തിരികെ കിട്ടുന്നത് വരെ മനുഷ്യന് സ്വസ്ഥത തരില്ല. ഞാൻ ടോമിച്ചനോട് വാങ്ങി തന്നേക്കാം. എൻ്റെ മനുഷ്യ. എന്തിനാടി അച്ഛൻ നിന്നെ കാണാൻ പറഞ്ഞത്? വല്ല പാൽപ്പൊടിയോ ഗോതമ്പോ തരാനാണോ? അയ്യ, എത്ര കിട്ടിയാൽ ഈ മനുഷ്യൻ്റെ ഒരു കാര്യം. അതെ, ചായ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ പറയാം. നേരായിട്ടും. ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം. അതെ, ആ അൽഫോൻസാമയുടെ രൂപത്തിന് 10,000 ചോദിച്ചില്ലേ? അത് അച്ചായനോടൊന്ന് ഓർമ്മിപ്പിക്കണമെന്ന്. പിന്നെ 25 അടി പൊക്കമുള്ള രൂപം വഴിയരിയിൽ വെക്കാനല്ലേ? ജീവിച്ചിരുന്നപ്പോഴോ എല്ലാവരും കൂടി പോരെടുത്തു. ഇപ്പോൾ വഴിയോരത്ത് കൊണ്ടുപോയി ഇരുത്തണം. വേറെ കാര്യം വല്ലതും പറ. അച്ഛന്മാരുടെ ശാപം കിട്ടും. പിന്നെ 10-15 വർഷം സെമിനാരി പഠിക്കുന്നത് ശപിക്കാനല്ലേ? എടി, ആ ലക്ഷം വീട്ടിലെ ജാനു മകൻ്റെ ഭാര്യയെ ശപിക്കുന്നത് ഏത് സെമിനാരിയിൽ പോയി പഠിച്ചിട്ടാടി? അച്ഛന്മാരെ അവരനുഗ്രഹിക്കാനും ആശീർവദിക്കുവാനുമാണ്, അല്ലാതെ ശപിക്കാനല്ല. ഇച്ചായനോട് ഞാൻ എന്തു പറഞ്ഞാലും മുട്ടി ന്യായങ്ങളുണ്ട്. എൻ്റെ മോളിങ്ങ് വന്നേ. വേണ്ട വേണ്ട, ഒരു കാര്യം ചോദിച്ചാൽ സാധിക്കില്ല. എന്നിട്ടൊരു കിന്നാരം. മക്കളെ കെട്ടിച്ചുവിടാറായി. പിന്നെ ഇതിന് പ്രായവും സമയമൊന്നും ഇല്ലടി, ഒരു മൂടാണ്. അതെ, എനിക്കത്ര മൂടില്ല. കല്യാണക്കാരും പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ടോമിച്ചൻ്റെ പിള്ളേരെ കൂട്ടി മഠത്തിൽ ചെന്നപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞു. കല്യാണക്കാരിയായിരിക്കും. എനിക്കോ അതോ നിനക്കോ? അയ്യടാ, നമ്മുടെ മോൾക്ക്. സിസ്റ്റർ പള്ളിയിൽ ഇരുന്നപ്പോൾ ഓർത്തു. സിസ്റ്ററിൻ്റെ ആങ്ങളയുടെ മകൻ ബാംഗ്ലൂരിൽ എൻജിനീയറാണ്. ദൈവം തോന്നിപ്പിച്ചതായിരിക്കും. അമ്മമാർ പള്ളിയിലിരിക്കുമ്പോൾ കല്യാണക്കാര്യമാണോടി ആലോചിക്കുന്നത്? നിത്യം മണവാളനായ യേശുവിനെയല്ലേ? അവരും ഈ പണി തുടങ്ങിയാൽ ബ്രോക്കർമാരൊക്കെ എന്തു ചെയ്യും? പക്ഷേ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇവരുടെ അത്രയും നെറ്റ്വർക്ക് ബ്രോക്കർമാർക്കില്ല. എന്തിനു കുറ്റം? എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഇച്ചാനോട് പറയാമെന്ന് പറഞ്ഞ് തലയൂരി. പറഞ്ഞതുപോലെ നമുക്ക് ആലോചിക്കണ്ടേ? ഏതായാലും കോഴ്സ് കഴിയട്ടെ, പതുക്കെ ആലോചിക്കാം. ഞാൻ പോയി കാപ്പി കൊണ്ടുവരാം. അതോ കുടിച്ചായിരുന്നോ? ഉവ്വ, കുടിച്ചു. ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? അതെ, ഞാൻ ബ്രോക്കർ കുഞ്ഞപ്പൻ. എന്താ വിളിക്കുന്നത്? അതെ, സാറിന്റെ അളിയൻ ടോമി അവിടെ ഉണ്ടോ? ഇല്ല, പള്ളിയിൽ പോയിരിക്കുകയാണ്. തിരുനാൾ കമ്മിറ്റിയിൽ കാണും. അല്ല, അതെ, സാറിന്റെ ഭാര്യ വീടില്ലേ, അത് കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. വിദേശ കറൻസി വേണമെങ്കിലും തരും. എത്രയ്ക്കാണെങ്കിൽ കൊടുക്കും എന്നറിയാമോ? ആരാ കുഞ്ഞപ്പ നിന്നോട് പറഞ്ഞത്? എയർപോർട്ടിൽ ഓട്ടം പോകുന്ന ഡ്രൈവർ കണാരൻ. സാറിന്റെ അളിയൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഏതായാലും അവൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് ചോദിക്കാം. എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. അത് പിന്നെ എന്നോട് പറഞ്ഞിട്ട് പുറത്ത് കൊടുക്കാവൂ. ആ, എന്നാൽ ആയിക്കോട്ടെ, ശരി. ശരിടാ, ഇപ്പോൾ ബ്രോക്കർ കുഞ്ഞപ്പൻ ഭാര്യ വീട് ബുക്ക് ചെയ്തു. ഇനി വിൽക്കണമെങ്കിൽ അവന് നോക്കുകൂലി കൊടുക്കണമായിരിക്കും. ആരാ ഫോൺ വിളിച്ചത്? സ്ഥല ബ്രോക്കർ കുഞ്ഞപ്പൻ. നീ അറിഞ്ഞില്ലേ? നീ ജനിച്ചു വളർന്ന വീടും സ്ഥലവും വിൽക്കാൻ പോകുന്നു. പിന്നെ തോന്നിവാസം പറയരുത്.